ഹലോ ഗേഴ്സ്, വെൽക്കം ടു സ്വാദേശ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന പഞ്ചാബികളുടെ ഫേവറേറ്റായ മക്കി ദി റോട്ടിയും സർസോദ സാഗുമാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ടൊമാറ്റോ, ജിഞ്ചർ, ഗാർലിക്, ചില്ലി, ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി, പിന്നെ പച്ചമുളക്, ചുവന്ന മുളക്. പിന്നെ ഗ്രീൻ വെജിറ്റബിൾസിൽ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മസ്റ്റേർഡ് ലീഫും മേഥിയുടെ ലീഫും കുറച്ച് സ്പിനച്ചുമാണ് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ഈ എല്ലാ ലീവ്സും, ഈ ഗ്രീൻ ലീവ്സ് കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ വെട്ടിയെടുക്കേണ്ടതാണ്. നമ്മൾ ഈ കടുകിൻ്റെ ഇലേനെയാണ് സർസോ എന്ന് പറയും, സർസോയുടെ ലീഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ പഞ്ചാബിൽ ആവശ്യം പോലെ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഇത് പഞ്ചാബികളുടെ ഒരു ഫേവറേറ്റ് ഫുഡായിട്ട് കാണുന്നത്. ഇത് നല്ലൊരു എരിവൊക്കെ ഉള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഫുഡാണ് കേട്ടോ. നല്ല പ്രോട്ടീനും ഒക്കെയുള്ള ഒരു ഫുഡാണ്. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരുന്നത് നമ്മളെ ചോളത്തിൻ്റെ ചപ്പാത്തി ഉണ്ട്, അതാണ് ഇതിൻ്റെ കൂടെ മെയിൻലി നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു പാൻ എടുക്കുക, അതിലോട്ടൊരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇടുക. ഈ ചൂടായ നെയ്യിലോട്ട് നമ്മൾ ഈ വെട്ടി വെച്ചേക്കുന്ന ഗ്രീൻ ലീവ്സ് നമ്മളിട്ട് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. നമുക്കൊന്ന് പെട്ടെന്ന് വേവിച്ച് കിട്ടാനാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് 1-2 മിനിറ്റ് നമ്മൾ അതിനെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്യുക. നമുക്ക് ഈ നമ്മൾ ഇട്ട ഗ്രീൻ ലീവ്സ് അതിൻ്റെ ഒരു ഹാഫ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വെട്ടി വെച്ചിരുന്ന പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിനെ ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സാഗ് ഓൾമോസ്റ്റ് ഇങ്ങനെ വറ്റി നല്ല ഒരു ഇതായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനെ തണുപ്പിക്കാനായിട്ട് ഒരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ആ ടൈം നമുക്ക് ഇതിൻ്റെ ബാക്കി ബേസ് ഉണ്ടാക്കാം. ഒരു പാൻ എടുക്കുക, അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക, എന്നിട്ട് അതിനെ ചൂടാക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ. ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവും വരെ നമ്മൾ ഇതിനെ ഒന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക. ഇനി ഇത് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കുഞ്ഞായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന നമ്മളെ ഈ വലിയ ഉള്ളി നമ്മൾ ഇതിലോട്ടിട്ട് ഇതിനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനെ നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ചപ്പ് മാറി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ വരട്ടിയെടുക്കുക. അപ്പം നമ്മൾ ഉള്ളി അത്യാവശ്യം ഒന്ന് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ തക്കാളി നേരത്തെ ചെറുതായിട്ട് വെട്ടി വെച്ചേക്കുന്ന തക്കാളി നമ്മൾ ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് അതിനെ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് നല്ലൊരു ക്രീമി ആയിട്ടുള്ള ഡിഷാണ്. അപ്പോൾ നമ്മൾ വായിൽ ഇങ്ങനെ അതിൻ്റെ തരികൾ വന്ന് പെടത്തില്ല. അപ്പോൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യുക. ഇനി നമുക്കിതിലോട്ട് ഉപ്പിട്ട് നമുക്കിതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ അങ്ങ് വേവിക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ.
ഈ ടൈം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന നമ്മളെ സാഗ് ഓൾമോസ്റ്റ് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക, നല്ലൊരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ഇതേ ഇതുപോലെ കിട്ടും നമുക്ക് അരഞ്ഞ് വരുമ്പോഴത്തേക്കും. നമ്മൾ നേരത്തെ ചൂടാക്കാൻ വെച്ചിരുന്ന നമ്മളെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. അതിന് വെള്ളം സെപ്പറേറ്റ് ആയി തുടങ്ങി കേട്ടോ. നമ്മളെ തക്കാളിയൊക്കെ വെന്ത് തക്കാളിയിലെ പീല സെപ്പറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ചൂടാക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉടച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇതിനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചേക്കുന്ന നമ്മളെ സാഗ് ഇതിലോട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബേസും ഈ സാഗുമായിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആവട്ടെ. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ മസാലകൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള മസാല എന്ന് പറയുമ്പോൾ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, നമ്മൾ ടേസ്റ്റ് അനുസരിച്ച് കുറച്ച് ഉപ്പ്, പിന്നെ നമ്മൾ ഈ സാഗിന് കുറച്ചൊരു തിക്നെസ് കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കുക. ഒരു 1 തൊട്ട് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ഇട്ട് നന്നായിട്ട് ഇതിനകത്ത് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സാഗ് കുറച്ച് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കടലമാവ് യൂസ് ചെയ്യുന്നത്. ഇതേ നമ്മൾ സാഗ് നല്ല വറ്റി നമുക്ക് കഴിക്കാനുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കടുക് എടുക്കാം. ആദ്യം തന്നെ കുറച്ച് നെയ്യ്. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ നോർത്ത് ഇന്ത്യൻ ഫുഡ്സും മാക്സിമം നമ്മൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് നെയ്യ് എടുക്കുക, അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇത് വരട്ടിയെടുക്കുക. ഈ നന്നായിട്ട് വരണ്ട് വന്നപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഒരു വറ്റൽമുളക് എടുത്ത് ഇതിൽ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് തന്നെ നമ്മളെ എത്ര എരിയാണോ നമുക്ക് വേണ്ടത് അതനുസരിച്ച് കുറച്ച് മുളക് പൊടിയോ നിങ്ങളുടെ എരിവ് അനുസരിച്ച് മുളക് പൊടി ഇട്ട് നന്നായിട്ട് അതിനെ ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മൾ ഈ സാഗിലോട്ടിട്ട് അതിനങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സർസോൻ്റെ സാഗ് കംപ്ലീറ്റ്ലി റെഡിയാണ്. ഇതിൻ്റെ കൂടെ പെയർ ചെയ്യുന്ന നമ്മൾ മക്കയുടെ റോട്ടിയാണ്. അതിൻ്റെ ട്യൂട്ടോറിയൽ വേണം എന്നുള്ളവർ എനിക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി, ഞാനത് കൊണ്ടുവരാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നല്ല ചൂടോടെ ഇരിക്കുന്ന സാഗിൻ്റെ മുകളിൽ ഒരു പീസ് ബട്ടറും കൂടെ ഇട്ടാൽ ഇറ്റ്സ് ഹെവൻ. നല്ല പ്രോട്ടീനുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് ഇത്. യൂഷ്വലി നമ്മളെ പഞ്ചാബിൽ വിൻ്റർ ടൈമിലാണ് ഇത് മാക്സിമം നമുക്ക് കിട്ടുക. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ലൈഫിൽ ട്രൈ ചെയ്യണം എന്നേ ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.